CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. സുസ്ഥിര വികസനത്തിനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും ഊന്നൽ കൊടുത്തുകൊണ്ട് കുന്നംകുളം നഗരസഭ പുതിയ ഭരണസമിതിയുടെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചു. സംരംഭകത്വം, നഗരവികസനം, മാലിന്യ നിർമ്മാർജ്ജനം, വിദ്യാഭ്യാസം, കുടിവെള്ളം ഉൾപ്പെടെ 17 മേഖലകളിൽ ശ്രദ്ധയൂന്നിക്കൊണ്ട് പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനുള്ള മാർഗങ്ങൾ എടുത്തുപറഞ്ഞുകൊണ്ടാണ് വൈസ് ചെയർമാൻ PG ജയപ്രകാശ് തന്റെ ആദ്യ ബജറ്റ് സമർപ്പിച്ചത്. സമഗ്ര വികസനത്തിന് ഊന്നൽ നൽകി ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് 2026-27 വർഷത്തെ പുതുക്കിയ ബജറ്റും 26-27 വർഷത്തേക്കുള്ള മതിപ്പ് ബജറ്റും ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KR സിമിയാണ് അവതരിപ്പിച്ചത്. ബദാനിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ വനിതാ ദിനത്തിൽ വനിതാ സംഗമം സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മാർച്ച് 8 ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണി മുതൽ വൈകിട്ട് 6 മണി വരെ കോളേജിലെ വനിതാ സെല്ലിന്റെ നേതൃത്വത്തിലാണ് വനിതാ സംഗമം സംഘടിപ്പിക്കുന്നത്. മാലിന്യമുക്ത നവകേരളത്തിനായി ജനകീയ ക്യാമ്പയിനിന്റെ ഭാഗമായി ചാവക്കാട് മുനിസിപ്പാലിറ്റി മമ്മിയൂർ 8ാം വാർഡ് കൌൺസിലർ KC സുനിലിന്റെ നേതൃത്വത്തിൽ ജനകീയ പങ്കാളിത്തത്തോടെ മാസ് ക്ലീനിംഗ് നടത്തി. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ കൌമാരപ്രായക്കാരായ പെൺകുട്ടികൾക്ക് ഗർഭാശയ ഗള ക്യാൻസർ പ്രതിരോധ വാക്സിൻ നൽകുന്നതുമായി ബന്ധപ്പെട്ട് പരിശീലനം സംഘടിപ്പിച്ചു. ഗുരുവായൂർ ദിവസത്തിലെ ആനകൾക്ക് പനമ്പട്ട വെട്ടാൻ പനയിൽ കയറിയ തൊഴിലാളിക്ക് ദേഹാസ്വാസ്ഥ്യം. രക്ഷകരായി അഗ്നിരക്ഷാസേന. കൊപ്പം മല്ലപ്പുഴ സ്വദേശി വടക്കേതിൽ വീട്ടിൽ 43 വയസ്സുള്ള ഉണ്ണികൃഷ്ണനാണ് പനയിൽ കുടുങ്ങിയത്. തൃശൂർ ജില്ലയിലെ മികച്ച NSS യൂണിറ്റിനുള്ള പുരസ്കാരം മരത്തങ്ങോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കരസ്ഥമാക്കി. പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അധ്യാപിക NA വിനീത മികച്ച പ്രോഗ്രാം ഓഫീസർക്കുള്ള അവാർഡിനും അർഹയായി. കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന ജനകീയ മത്സ്യകൃഷി പദ്ധതിയുടെ ഭാഗമായി വടക്കേക്കാട് ഗ്രാമപഞ്ചായത്തിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. കണ്ടാണശ്ശേരി പഞ്ചായത്ത് ബഡ് സ്കൂൾ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി പ്രവർത്തിക്കുന്ന നക്ഷത്രകൂടാരം ആരോഗ്യ പ്രവർത്തകരും മലങ്കര നഴ്സിംഗ് വിദ്യാർത്ഥികളും ചേർന്ന് സ്നേഹസന്ദർശനം നടത്തി. ആര്യമ്പാടം ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു. CM അബ്ദുള്ള മാസ്റ്ററുടെ സ്മരണാർത്ഥം സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റിൽ ഞായറാഴ്ച നടന്ന കലാശപ്പോരിൽ യൂറോ സ്പോർട്സ് പടർന്ന മറുപടിയില്ലാത്ത ഒരു ഗോളിന് KDS-FC കീഴ്ശ്ശേരിയെ പരാജയപ്പെടുത്തി ചാമ്പ്യന്മാരായി. പോർക്കുളം പഞ്ചായത്തിന്റെ സഹകരണത്തോടെ അക്കിക്കാവ് കമ്പിപ്പാലത്ത് വില്ലേജ് റെസ്റ്റോറന്റിൽ നിർമ്മിച്ച ആധുനിക മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ഉദ്ഘാടനം നടത്തി. കുന്നംകുളം നഗരസഭ സ്വച്ഛ് ഭാരതിന്റെ ഭാഗമായി മേഖലയിലെ മികച്ച റെസ്റ്റോറന്റ് ആൻഡ് ക്യാന്റീനായി ദയാ ഹോസ്പിറ്റലിൽ പ്രവർത്തിച്ചു വരുന്ന റോയൽ രുചി തെരഞ്ഞെടുക്കപ്പെട്ടു. ചിറ്റാട്ടുകര മാനുഷം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഇരുമ്പപ്പെട്ടി നെല്ലുവായിൽ നിന്നും ഭീമൻ മൂർഖൻ പാമ്പിനെ പിടികൂടി. നെല്ലുവായ് മുണ്ടംകോടുള്ള വീടിന്റെ പോർച്ചിന് സമീപമുള്ള ചെടിത്തോട്ടത്തിലാണ് പാമ്പിനെ കണ്ടെത്തിയത്. വീട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ ഇരുമ്പപ്പെട്ടി ഫോറസ്റ്റ് ആനിമൽ സ്നേക്ക് റെസ്ക്യൂ ഓഫീസർ അഷ്റഫ് പാമ്പിനെ പിടികൂടി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.